നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. തൃശൂരിലും പാലക്കാടും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്ന് രാവിലെയാണ് തൃശൂരിലെയും പാലക്കാട്ടെയും വിവിധ പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. തൃശൂർ ചൊവ്വന്നൂരിൽ രാവിലെ 8:16 നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. കുന്നംകുളത്തും ഗുരുവായൂരിലും എരുമപ്പെട്ടിയിലും ഭൂചലനം അനുഭവപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് പിന്നാലെ തൃശൂർ ലൂർദ് മാതാവിന്റെ പള്ളിയിലെത്തി മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിലെ മുരളി മന്ദിരത്തിലെ കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സുരേഷ് ഗോപി തൃശൂരിൽ ലൂർദ് പള്ളിയിലെത്തി സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചത്. പെരിഞ്ഞനത്ത് ടോറസ് ലോറി ബൈക്കിലിടിച്ച് 48-കാരന് ദാരുണാന്ത്യം. പെരിഞ്ഞനം വെസ്റ്റ് ഓണപ്പറമ്പ് സ്വദേശി പള്ളിയാശ്ശേരി വീട്ടിൽ മാധവൻ മകൻ പ്രിയനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 10:45 അപകടം. ഭാര്യയെ പെരിഞ്ഞനം സെന്ററിൽ ഇറക്കിയ ശേഷം പ്രിയൻ ബൈക്കിൽ എതിർദിശയിലേക്ക് കടക്കുന്നതിനിടെ 3 പിടിയ ഭാഗത്തു നിന്ന് വന്നിരുന്ന ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. കൊടകരയിൽ പൊതുയിടങ്ങളിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതായി ആക്ഷേപം. കൊടകര സെന്റ് ജോസഫ് ദേവാലയത്തിന് സമീപം സർവീസ് റോഡിനോട് ചേർന്നുള്ള സ്ഥലത്താണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതായി ആക്ഷേപം ഉയർന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും പച്ചക്കറി, ഫ്രൂട്ട്സ് തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങളടക്കം നിരവധി മാലിന്യങ്ങളാണ് ഇവിടെ സാമൂഹ്യ വിരുദ്ധർ തള്ളുന്നത്. ചതിക്കുഴിയൊരുക്കി കൊടുങ്ങല്ലൂരിലെ റോഡിനോട് ചേർന്നുള്ള നടപ്പാതകൾ. ഇളകി വീഴാറായ നടപ്പാതയിലൂടെ ജീവൻ കയ്യിൽ പിടിച്ചാണ് നാട്ടുകാർ നടക്കുന്നത്. റോഡിനോട് ചേർന്ന് പല ഭാഗങ്ങളിലും ആഴമുള്ള കാനകൾ തുറന്നു കിടക്കുകയാണ്. നഗരത്തിന്റെ ഹൃദയഭാഗമായ വടക്കേ നടയിൽ 1 കിലോമീറ്ററോളം ദൂരത്തിൽ നാട്ടുകാർ നടപ്പാതയായി ഉപയോഗിക്കുന്നത് സ്ലാബിട്ട അഴുക്കുചാലാണ്. ചെറുകഥാകൃത്ത് CV ശ്രീരാമന്റെ പേരിൽ കുന്നംകുളത്ത് സ്മാരക കെട്ടിടം നിർമ്മിക്കുന്നതിനെ ചൊല്ലി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളും. സംഘർഷത്തിൽ വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് പരിക്കേറ്റു. വനിതാംഗങ്ങൾ ആശുപത്രിയിൽ ചികിത്സ തേടി. അമ്പഴക്കാട് ഫൊറോന പള്ളിയിൽ മാർ തോമസ് ലിഹായുടെ ദുഃഖ്രാന തിരുനാളിനോടനുബന്ധിച്ച് സ്വാഗത സംഘം ഓഫീസ് തുറന്നു. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ മാർ തോമസ് ലിഹായുടെ ദുഃഖ്രാന തിരുനാൾ ജൂലൈ 3 ബുധനാഴ്ച ആഘോഷിക്കും. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് കുന്നത്തേരി അംഗൻവാടിയിൽ നിന്നും 39 വർഷത്തെ വിശിഷ്ട സേവനത്തിന് ശേഷം വിരമിച്ച സൂഫി ടീച്ചർക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ സ്നേഹാദരവും യാത്രയയപ്പും നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ആമിന ആഷിഖ് അധ്യക്ഷത വഹിച്ചു. അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ബാങ്കിന്റെ അംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം നേടിയ സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും മികച്ച വിജയം നേടിയ SC/ST വിദ്യാർത്ഥികൾക്കുമാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നത്. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കൊടുങ്ങല്ലൂരിൽ BJP കൗൺസിലർ രാജിക്കൊരുങ്ങുന്നതായി അഭ്യൂഹം. BJP കൗൺസിലർ അഡ്വക്കേറ്റ് DD വെങ്കടേശ്വരൻ നഗരസഭാ യോഗത്തിൽ മധുരം വിളമ്പി നടത്തിയ പ്രസംഗമാണ് രാജി പ്രചരണത്തിനിടയാക്കിയത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.